അയ്യോ, ഞങ്ങൾ ചോവന്മാരെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നേ, രക്ഷിക്കണേ. വാതുറന്നാൽ വർഗീയതയും ജാതിപറിയും മാത്രം പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നാറി നിൽക്കുന്ന ഇടതു സർക്കാരിനെയും അതിലെ ചൊവ്വന്മാരായ മന്ത്രിമാരെയും രക്ഷിക്കുക എന്ന സദുദ്ദേശത്തോടെ അളിഞ്ഞ ഒരു പ്രസ്താവനയുമായി ഇന്ന് രംഗത്ത് വരികയുണ്ടായി. ശബരിമലയിൽ മാത്രമല്ല, കേരളത്തിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും മോഷണം തകൃതിയായി നടക്കുന്നുണ്ടെന്നാണ് SNDP യോഗം ജനറൽ സെക്രട്ടറിയും ഈഴവരുടെ രക്തമൂറ്റി കുടിച്ച് കൊഴുത്തുവീർത്ത വെള്ളാപ്പള്ളി നടേശന്റെ ആ ഉഗ്ര നിരീക്ഷണം. ദേവസ്വം മന്ത്രി ഈഴവനാണെന്നും അതുകൊണ്ടാണ് വളരാൻ സമ്മതിക്കാത്തതെന്നും ആണ് വെള്ളാപ്പള്ളിയുടെ ആ നിരീക്ഷണം. പഴയ ഷാപ്പിലെ കറിക്കച്ചവടക്കാരനിൽ നിന്ന് ഇന്ന് കാണുന്ന ആ മന്ത്രിയിലേക്കുള്ള ആ നേതാവിന്റെ വളർച്ച എങ്ങനെയാണടാ കണിച്ചുകുളങ്ങര കുരുവേ എന്ന് ചോദിച്ചാൽ ഇയാൾക്ക് വല്ലതും പറയുവാൻ സാധിക്കുമോ? ഒന്നും മിണ്ടാൻ സാധിക്കില്ല. ശബരിമലയിൽ മാത്രമല്ല, കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും മോഷണം നടക്കുന്നുണ്ട്. ദേവസ്വം മന്ത്രി ഈഴവനാണ്, അതുകൊണ്ട് വളരുവാൻ അനുവദിക്കുന്നില്ല. വേറെയും ഇവിടെ മന്ത്രിമാരില്ലേ? ഗണേഷ് കുമാർ രാജിവെക്കണമെന്ന് എന്തുകൊണ്ട് ആരും പറയുന്നില്ല? വാസവനും മുഖ്യമന്ത്രിയും മാത്രം രാജിവെക്കണമെന്ന് എടുത്തു പറയുന്നത് എന്തുകൊണ്ട്? ഈഴവരെ വളരാൻ ചില ശക്തികൾ അനുവദിക്കുന്നില്ല എന്നാണ് കണിച്ചിക്കുളങ്ങര കുരുവിന്റെ നിരീക്ഷണം. അതേസമയം മുസ്ലിം ലീഗിന്റെ നെഞ്ചത്ത് കയറാനും കുരു മറന്നില്ല. ലീഗ് ഒരു മതപ്പാർട്ടിയാണ്. മുസ്ലിം ഉന്നമനം മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. മുസ്ലിം സമുദായത്തിന് അനുകൂലമായുള്ള ഭരണമാണ് ലീഗിന്റെ ലക്ഷ്യം. മുസ്ലിം സംഘടനകൾക്ക് മസിൽ പവറും മണി പവറും ഉണ്ടെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. അച്ചോടാ, താമര വിരിയിക്കുവാൻ ഹെലികോപ്റ്ററിൽ കുടവുമായി പെണ്ണുമ്പിളയുമായി കറങ്ങിയവൻ ഈട് കയറി നിറങ്ങാതിരിക്കുവാൻ മകനെ BJPയുടെ ഘടകകക്ഷിയായി നിർത്തിയിട്ടാണ് ഇവൻ ഇന്ന് കീറുന്നത് എന്നോർക്കണം. മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ അകത്തു പോകാതിരിക്കുവാൻ പിണറായിയുടെ പിന്നാമ്പുറം നക്കിക്കൊടുക്കുന്നവന്റെ ജൽപ്പനങ്ങളായി മാത്രം ജനങ്ങൾ ഇതിനെ കണ്ടാൽ മതി. ഇയാളുടെ ഈ പ്രസംഗം ഏതെങ്കിലും നായ്ക്കൾ പോലും മുഖവിലക്കെടുക്കുമോ? വെള്ളാപ്പള്ളി ഇന്ന് പിച്ചുംപയും പറഞ്ഞത് കേൾക്കുക ആത്മസംയമനത്തോടെ. ഈ നേതാക്കന്മാരെ സൃഷ്ടിക്കുന്നത് ആരാണ്? താഴെയിരിക്കുന്ന ശാഖക്കാര്. ഈ ശാഖക്കാരെ സൃഷ്ടിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് നേതാക്കന്മാരായി മുകളിലിരിക്കുന്നത്, യുവ നേതാക്കന്മാരായിരിക്കുന്നത്, യോഗ നേതാക്കന്മാരായിട്ടിരിക്കുന്നത് എല്ലാം തന്നെ നിങ്ങൾ നൽകിയ ഔദാര്യത്തില്ല ഞങ്ങൾ ഈ കസേരയിലിരിക്കുന്നുള്ള ആ ഒരു ബോധം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്, എനിക്ക് പ്രത്യേകിച്ചുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്നേഹിക്കുന്നു, നിങ്ങൾ ഞങ്ങൾ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെ യോഗത്തിന് പ്രാതിനിധ്യം അനുസരിച്ച് ഒരു 3100 ആളെ ഇവിടെ വരാറുള്ളൂ. ഒരു ശാഖ 25 ആളെ വെച്ചു. പക്ഷെ ഇപ്പോൾ എത്തിയിരിക്കുന്നത് 4500. അപ്പോൾ കണക്ക് കൂട്ടിയൊക്കെ തെറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഭക്ഷണമൊക്കെ അവരത് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ആ കണക്ക് തെറ്റി വരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ അഹബിഹയായി സംഘടന സേവിക്കുകയും അതോടൊപ്പം സംഘടനാ പ്രവർത്തകരുടെ നേതാക്കന്മാർ പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് വരാനുള്ള വലിയ മനസ്സ് കാണിച്ചാൽ ആ നേതാക്കന്മാരെ ഞാൻ മടങ്ങുകയാണ്. നിങ്ങളുടെ വലിയ മനസ്സാണ് ഇത്രയും ആളുകളെ ഇവിടെ എത്തിക്കുവാൻ സഹായകമായത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. സാധാരണ പ്രാസംഗൻ പ്രസംഗവ്യക്തി പറഞ്ഞു അതൊരു പുനർജന്മം. നമ്മളൊന്ന് മനസ്സിലാക്കണം, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അവരന്റെ സുഖത്തിനായി കുരു വരണം എന്ന് ഗുരുദേവൻ പറഞ്ഞുകൊണ്ട് നമ്മൾ ഉരുവിടാറുണ്ട്. അത് ഉരുവിട്ടാ പോരാ, അത് ജീവിതത്തിൽ നടക്കണം. ഞാൻ ആത്മാഭിമാനത്തോട് പറയുന്നു, ഞാൻ നടപ്പാക്കിയത്. ഞാൻ 21 വയസ്സുള്ളപ്പോൾ എന്റെ നാട്ടിൽ പട്ടിണിയും ദാരിദ്ര്യം അനുഭവിക്കുന്ന പാവങ്ങളുടെ വീട്ടിൽ സമ്പന്ന കുടുംബത്തിൽ ജനിച്ച് ആയിരുന്നു എൻ്റെ വീടും. ആ വീടുകളിലെല്ലാം കുടിലുകളാണ്, കയറാനൊക്കില്ല, കയറിക്കാൻ ചിലപ്പോഴും ഇടയില്ല. അവിടെ എല്ലാം ഞാൻ ചെന്ന് അവരുടെ ക്ഷിപ്പകൾ അന്വേഷിക്കാൻ ചെല്ലുമ്പോൾ എനിക്ക് ചിക്കുമായാണ് ഇട്ട് തരുന്നത്. ഡെസ്കില്ല, ബെഞ്ചില്ല, കസേരയില്ല, മേശയില്ല, വിളക്കില്ല, ചിമ്മിണി അല്ലെങ്കിൽ റാം തെളിച്ച് സ്റ്റാൻഡേർഡ് കൂടിയാണ്. അങ്ങനെ പാവങ്ങളുടെ കണ്ണപ്പിയാൻ ചിക്കുമായിലിരുന്ന് അവരോടൊപ്പം അവരുടെ മിറ്റത്തിരുന്ന് പ്രവർത്തിച്ച് വന്നവനാണ് ഞാൻ. 21 വയസ്സുള്ളപ്പോൾ. ഇപ്പൊ എനിക്ക് 89.
എത്ര കൊല്ലങ്ങൾക്ക് മുമ്പാണെന്നുണ്ട്. നിങ്ങൾ പലരും ജനിക്കുന്ന എത്രയോ കൊല്ലങ്ങൾക്കുണ്ട്. അപ്പൊ പാവങ്ങളുടെ ദുഃഖവും ദുരിതവും അറിഞ്ഞുകൊണ്ട് തന്നെ ഞാനത് അവരുടെ ദുഃഖത്തിന് കണ്ട് അവരുടെ കണ്ണീര് ഒപ്പാതെ ഞാൻ ശ്രമിച്ചു. കുടിക്കാനില്ല. കുടുംബ യൂണിറ്റുകൾ ഉണ്ടാക്കി അന്നത്തെ കാലത്ത് 60-68 കൊല്ലങ്ങൾക്ക് മുമ്പ് കുടുംബ യൂണിറ്റുകൾ ഉണ്ടാക്കി അവിടെ എല്ലാം സംഘടിപ്പിച്ച് അവർക്ക് ദാരിദ്ര്യം ഇല്ലാതിരിക്കാനും അവർക്ക് കല്യാണം കഴിക്കാൻ രോഗിച്ചിട്ട് വളം വേണമെന്ന് പറയുമ്പോൾ അന്നൊരു ഭവനം 120 രൂപയുണ്ട്. ഞാൻ കല്യാണം കഴിക്കുമ്പോൾ 140 67 1967 അതിന് മുമ്പാണ്. ആ 120 രൂപ ഭവനമുണ്ടായിരുന്ന കാലത്ത് അപേക്ഷ വെച്ചാൽ അപ്പം കാരണം കല്യാണം നടത്താൻ അവർ നിശ്ചയിച്ചിട്ട് വന്നത് ഞാൻ ചെയ്ത് കൊടുത്തിരിക്കും. അതെത്രയാണ്? 600 രൂപ കൊടുത്താൽ അടിപൊളി ഒരു കല്യാണമാണ്. കാരണം 120 രൂപ ഭവനമില്ല. അങ്ങനെ പാവങ്ങളുടെ ഒപ്പം അവരോടൊപ്പം നിന്ന് അവരുടെ കരുണയും കാരുണ്യവും കൊണ്ടാണ് ഞാൻ 1964 കണക്കിലോ ദിവസം പ്രസിഡന്റായത്. 64 എന്ന് പറയുമ്പോൾ 62 കൊല്ലത്തിന് മേലാണ് ഞാൻ അമ്പലത്തിൽ ഞാൻ പറഞ്ഞിട്ട് കയറിയപ്പോൾ ഞാനെന്താ ചെയ്തത്? ഭഗവാന് വിശപ്പില്ല, ഭക്തന് വിശപ്പുണ്ട്. ഈ ഭക്തന്റെ നമ്മൾ തന്നെ ഇപ്പൊ ഒരു നമ്മളെ പഠിപ്പിച്ചു തന്നത് മാനവ സേവ മാധവ സേവ എന്നാണ്. അപ്പം മനുഷ്യന്റെ ദുരിത ദുഃഖങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുവാൻ നമ്മളെ കൊണ്ടാകാവുന്ന ഊഹൽ അതായിരിക്കും യഥാർത്ഥ ദൈവത്തിലുള്ള കാര്യങ്ങളും സേവയും പ്രാർത്ഥനയും എന്ന് നമ്മളെ പറഞ്ഞു പിടിപ്പിച്ചിട്ടിരിക്കുമ്പോൾ ഞാൻ ദേവസ്വം പറഞ്ഞത് വെച്ചാൽ ഞാൻ എന്തായാലും ഭഗവാന്റെ ഭാഷകൾക്ക് പാവങ്ങൾക്ക് വിവിധ സ്കീമിൽ ഇന്ന് സദ്യപ്യോഗത്തിൽ ഞാൻ നടപ്പാക്കുന്ന അന്നത്തെ കൊല്ലങ്ങൾക്ക് മുമ്പ് 65 കൊല്ലങ്ങൾക്ക് മുമ്പ് 62 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ കളിച്ചു നടപ്പാക്കി. പഠിക്കാൻ കാശ്, പഠിപ്പിക്കാൻ കാശ്, രോഗചികിത്സയ്ക്ക് കാശ്, മരിച്ച കല്യാണം നടത്താൻ ഇങ്ങനെയുള്ള വിവിധ സ്കൂളിൽ ഭഗവാന്റെ കാശ് കൊടുത്തു. നാട്ടിലുണർവായി ഉന്മേഷമായി 6% പലിശയ്ക്ക്, അര പൈസയ്ക്ക് അമ്പലത്തിൽ തെങ്ങുകെട്ടി കാശ് കൊടുത്ത് അവർക്ക് അനുഭവത്തെങ്ങാണ് ജന്മികുടിയാണ് കുടിയാറ് കൊടുക്കുന്ന തെങ്ങ്, ജന്മിയുടെ തെങ്ങ് കെട്ടിയെടുത്തുകൊണ്ട് പണം കൊടുത്ത് അവരെ സഹായിച്ച് ഒടുവിൽ പലിശ തരുമ്പോൾ വിട്ടുകൊടുക്കും. അന്ന് സൊസൈറ്റിയിലെ ബാങ്കിലൊന്നുമില്ല നാട്ടിൽ. അങ്ങനെ ചെറുപ്പം തൊട്ട് പൊതുപ്രവർത്തനവും ആളുകൾ ദുഃഖവും ദുരിതവും കണ്ടറിഞ്ഞ് വളർന്നു വന്നതാണ്. അതായത് ചിക്കുവായി നിന്ന് പ്രവർത്തനം നടത്തി വന്ന എനിക്ക് ഇന്നിപ്പോൾ AC ഹാളിലാണ് ഇന്ന് പ്രവർത്തിക്കുമ്പോൾ ആ വ്യത്യാസം ഞാൻ കാണുമ്പോൾ മനസ്സിലാക്കും. മാത്രമല്ല പാദപ്രാസംഗന്റെ ദുഃഖം, സഹജീവികളുടെ ദുഃഖം കാണാനും അതിന് പരിഹാരം കാണാനും നമുക്ക് സാധിക്കുന്നു. എത്രയോ കൊല്ലം ചെമ്പഴന്തി യൂണിയന്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച ആളാണ്. അയാൾ എന്താ പറ്റി? ജോലി അന്വേഷിച്ച് പോയതാണ് ജീവിതം പച്ചപിടിപ്പിക്കാൻ. രാജേഷ് വിദേശത്ത് പോയി. അവിടെ പോയി വണ്ടി ഓടിക്കാനാണ് പോയത്. വണ്ടി ഓടിക്കാനുള്ള ലൈസൻസ് ഉണ്ട്. അവിടെ പോയിക്കാൻ തലയിലെടുത്തിട്ടുണ്ട്. തളർവാദം വന്നു. ആദ്യം അറിയുന്നത് ഞാനല്ല, തുഷാറാണ്. അങ്ങനെ വിളിച്ചറിയിച്ച് തുഷാറപ്പം തന്നെ ഒരു 2 ലക്ഷം രൂപ അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ടും രോഗം മാറിയില്ല. പിന്നെ ഞാനും കൊടുത്തു 2 ലക്ഷം. അത് കഴിഞ്ഞ ശേഷം ഇയാൾ അവിടെ രക്ഷപ്പെടുകയെന്ന് കണക്കാക്കിയപ്പോഴാണ് ഞാൻ പറഞ്ഞത് അതിന് അവിടെ നിൽക്കണ്ട, ഇങ്ങോട്ട് പോയി നമുക്ക് എന്തെങ്കിലും പരിഹാരം. അപ്പോഴാണ് എന്നോട് പറയുന്നത്, സാറേ എനിക്ക് ഒരുപാട് കടമുണ്ട്. ഇയാളെല്ലാം ഇവിടെ കടമെല്ലാം വെറുതെ പിടിച്ചിട്ടാണ് പോയതെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ പറഞ്ഞു അതിനെല്ലാം പരിഹാരമുണ്ട്. ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോയിട്ട് ഒരു കാര്യമില്ല. നാട്ടിൽ പോരുന്നു, ഇവിടെ വന്നു കടമെല്ലാം തിട്ടപ്പെടുത്തി. 1ഉം 2ഉമില്ല, 5ഉം 10 ലക്ഷമല്ല, എല്ലാ ലക്ഷങ്ങളും ഞാനങ്ങ് തീർത്തു കൊടുത്തു. അത് പ്രത്യേകിച്ചും ഒരുപാട് ബ്ലേഡ് വാർത്തകൾ മേടിച്ചിട്ടുണ്ടായിരുന്നു, സൊസൈറ്റി മേടിച്ചിട്ടുണ്ടായിരുന്നു, അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, പലവിധം. അതിന് പറ്റൊരാളെ തന്നെ ഉപയോഗപ്പെടുത്തി വിട്ട് ആരെയും ഇവിടെ പൊട്ടാണെങ്കിൽ നല്ല ബ്ലേഡാണ്. വാറുകയും ചെയ്ത് കുറയ്ക്കാമെന്ന് ഉറപ്പിച്ച് 1 ഡേ സെറ്റിൽമെന്റിൽ ഏതാണ്ട് ഒരുപാട് ലക്ഷങ്ങൾ, 10 ലക്ഷം നിങ്ങൾക്കാക്കാം ആരും. അങ്ങനെയാണ് 10ന്റെ 10 പല മടങ്ങ് ലക്ഷങ്ങൾ. അതെല്ലാം തീർന്നു. യൂണിയൻകാർക്ക് സഹായം. ഞാൻ യൂണിയൻകാരെ വിളിച്ച് പറഞ്ഞു, സഹജീവികൾക്ക് ദുഃഖം വരുമ്പോൾ സഹായിക്കേണ്ടത് നമ്മുടെ കടമയാണ് എന്ന് പറയുമ്പോൾ യൂണിയൻ പ്രസിഡന്റ് മുൻകൈയെടുത്ത് സഹായിച്ചു.
ഇപ്പോൾ കടങ്ങളില്ല എന്നാണ് ഒരു പുതിയ കാര്യത്തെ പ്രവേശിച്ചിട്ടുണ്ട്. അവർ പ്രിന്റ് ഈ അടുത്ത് പറയാൻ കാരണം നിങ്ങളെല്ലാം ഒരു പ്രിന്റിങ് കൊടുത്ത് നമ്മുടെ ഇടവക്കോട് രാജേഷിനെ പണി കൊടുത്ത് സഹായിക്കണം. പണം കൊടുക്കണം. പണി കൊടുത്ത് സഹായിച്ച് അയാൾ ഇന്നൊരു ജീവിതം പച്ചപിടിക്കാൻ 2 പിള്ളേരുണ്ട്, ഒരു ഭാര്യയുണ്ട്, അയാളുണ്ട്. ഈ ജീവിതം പച്ചപിടിച്ച് പോകാൻ കാര്യം എത്ര വന്നാലും സമ്പത്ത് കയ്യിലില്ലെങ്കിൽ ഒരു സംഘടനാ പ്രവർത്തനവും നടക്കില്ല. അപ്പോൾ എത്ര ആത്മീയത പറഞ്ഞാലും അമാശയത്തിന് പരിഹാരമില്ലാത്ത ആത്മീയതയ്ക്ക് യാതൊരു അർത്ഥമില്ല. വിശന്ന് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ആത്മീയത വരുന്നത്? അതുകൊണ്ടാണല്ലോ മൈക്രോ ഫൈനാൻസ് ഞാൻ കൊണ്ടുവന്ന കാരണം എന്താണ്? എനിക്ക് മനസ്സിലായി, ഈ സമുദായത്തിൽ ഞാൻ ആദ്യം വന്നപ്പോഴേ മനസ്സിലായി സാമ്പത്തികമായി വളരെ പിന്നോക്കമാണ്. ആ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഈ സമുദായത്തെ മുന്നോക്കം കൊണ്ടുവരണമെങ്കിൽ സമ്പത്ത് അവിടെ കഴിക്കുകയാണ്. ആ സമ്പത്ത് ഏൽപ്പിച്ചുകൊണ്ട് ഒരു സാമ്പത്തിക മുന്നേറ്റം അനിവാര്യമാണെന്ന് കണ്ടുകൊണ്ട് ആ അനിവാര്യത നടപ്പാക്കിയാൽ 1 കോടി രൂപ കൊടുത്തു. ആ ആത്മീയത അതോടൊപ്പം തന്നെ ആത്മീയതയ്ക്ക് പ്രാധാന്യം കൊടുത്തു. അങ്ങനെ ആമാശയത്തിനും ആത്മീയതയ്ക്കും ഒരുപോലെ പ്രാധാന്യം കൊടുത്ത് നമ്മൾ മുന്നോറിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വരും കാലം വെല്ലുവിളി നമ്മൾ നേരിടണം. പ്രത്യേകിച്ചും ഈ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രാധാന്യങ്ങൾ പല കാരണങ്ങളാൽ. ഈ ജില്ല ആരാ? നമ്മുടെ ദൈവമായ സീതാരാമ വിദ്യയാണ്. ജന്മവും കർമ്മവും കൊണ്ട് ധന്യമായൊക്കെ ആടാണ്. രണ്ടെണ്ണമാണ്. ഗുരുവിന്റെ ജന്മവും സമാധിയും നടന്നതാണ് തിരുവനന്തപുരം ജില്ലയാണ്. അതുപോലെ തന്നെ ഗുരുദേവൻ അരിപ്പുറം, മണ്ണന്തല, കോലത്തുകര പ്രതിഷ്ഠകളും ഈ നാട്ടിലാണ്. ഗുരു മഹാസമാധിയും ശിവഗിരി ഇവിടെയാണ്. അങ്ങനെ എന്തുകൊണ്ടും നമ്മുടെ കങ്കണ്ട ദൈവം, നമ്മളെല്ലാം നേരാമ്പഴി കാട്ടും ഗുരുവല്ലോ പരദൈവം. ഓമെന്ന് തൊട്ടൊരു കോടി മന്ത്രപ്പോൾ ഞാനെന്നറിഞ്ഞുകൊണ്ടാട് പാമ്പ എന്ന് പറഞ്ഞ ഗുരുദേവൻ ഓം ആരാണ്? ബ്രഹ്മാവിഷ്ണു മഹേഷ് ഇതൊന്നു ചേർന്നതാണ് ഓം. ആ ഓം എന്ന് എന്നത് ഒന്നു ചേർന്നതാണ് ഞാൻ. അതായത് ഗുരു തന്നെ പറഞ്ഞിരിക്കുന്നു ഞാൻ ആരാണെന്ന്. അപ്പൊ ഗുരു തന്നെ പറഞ്ഞു ഞാൻ ദൈവമാണെന്ന് ഗുരു തന്നെ പറഞ്ഞിരിക്കുമ്പോൾ പിന്നെ നമ്മൾ ആ ഗുരുവിനെ എന്തിന് സംശയിക്കണം? പലരും വിപ്ലവകാരികളാണ്, താൻ പ്രതിഷ്ഠാവാണ്, അങ്ങനെ പലതും പറയാനുണ്ട്. പറഞ്ഞോട്ടെ, ഓരോരുത്തരും വിശ്വാസം അനുസരിച്ച്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാം നേരാൻ ആ ഗുരുവില്ലായിരുന്നുവെങ്കിൽ ഈ ഒരു സമുദായത്തിന്റെ സ്ഥിതി എന്താകുമായിരുന്നു എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി. ഗുരുവിന്റെ മഹാഗുരുവിന്റെ പടത്തലുണ്ടാക്കപ്പെട്ടു. യോഗത്തിന്റെ പ്രഥമ ജനറൽ സെക്രട്ടറി മഹാകുമാരനാശാൻ ജന്മം കൊടുത്തത് ഇയാളാണ്. അപ്പൊ തിരുവനന്തപുരം ജില്ലയ്ക്ക് സംഘടനാപരമായി ഡോക്ടർ പൽപ്പുവിന്റെ വികാരമാണ് SNDP യോഗം സ്ഥാപിക്കാൻ കാരണം. കാരണം ഒരു ജോലി അന്വേഷിച്ച് വികാരം കണ്ടുപിടിച്ചപ്പോൾ ജാതി പറഞ്ഞ് ആട്ടോടിച്ചു. ആ ജാതി വികാരം ആണ് SNDP യോഗം സ്ഥാപിക്കാൻ പ്രേരക ശക്തിയായത്. അതായത് എന്നും ജാതി വിവേചനമാണ് ജാതി ചിന്തയാണ്. ജാതി ചിന്ത ഉണ്ടാകാതിരിക്കണമെങ്കിൽ ജാതി വിവേചനമില്ലാതെ തുല്യനീതി എല്ലാവർക്കും കൊടുക്കണം. ആ തുല്യനീതി ലഭിക്കാതെ ഡോക്ടറെ ജാതി പറഞ്ഞുകൊണ്ട് ചെത്താൻ കൽപ്പിച്ചാട്ടിയൊടിക്കപ്പെട്ട ആ ദുഃഖം ഈവന്റെ ദുഃഖമായി കണ്ടുകൊണ്ട് സാക്ഷാൽ ഗുരുദേവന്റെ അനുഗ്രഹ ആശീർവാദത്തോടുകൂടി സ്ഥാപിച്ച SNDP യോഗത്തിന്റെ ആദ്യം സൃഷ്ടിച്ച ആ ഡോക്ടർക്ക്, അതുപോലെ പ്രഥമ ജനറൽ സെക്രട്ടറി കുമാരനാശാൻ ഈ SNDP യോഗത്തെ ദീർഘനാൾ ജനറൽ സെക്രട്ടറിയായി ഭരിച്ചത്. കുമാരനാശാന്റെ നാടും തിരുവനന്തപുരമാണ്. 1903 SNDP നമ്മുടെ ദൈവവും ശ്രീനാരായണ ഗുരുദേവൻ രൂപീകരിച്ച ഈ മണ്ണിലാണ് 122 വർഷത്തെ പ്രവർത്തനം പാരമ്പര്യം മുന്നേറ്റം ഈ യോഗത്തിനുണ്ടായി എങ്കിൽ 122 കൊല്ലമായി SNDP യോഗം സ്ഥാപിച്ച് പ്രവർത്തിച്ച് മുൻപോട്ട് പോയി. ഗുരുദേവനില്ലാത്ത ഒരു കേരളം, അല്ലെങ്കിൽ ഗുരുദേവൻ ഉഴുതു മറിച്ച ഈ സന്ദർഭവും, അല്ലെങ്കിൽ ഗുരുദേവൻ നമുക്ക് നൽകിയ ഈ ദർശനവും സന്ദേശവും ചിന്തകളും
ഇല്ലാതിരുന്നുവെങ്കിൽ ഈഴവ സമുദായം ഇവിടെ ഉണ്ടാകുക, നമ്മുടെ സ്ഥിതി എന്താകുമായിരുന്നു? ഈ തോളിൽ ഷാളിട്ടിരിക്കുമ്പോൾ ആ ഷാളിൽ എഴുതിയിരിക്കുന്ന വചനങ്ങൾ ഓരോന്നും നോക്കുമ്പോൾ ഇതിനെല്ലാം കാരണഭൂതനായത് സാക്ഷാൽ പരബ്രഹ്മസ്വരൂപിയായ ഗുരുദേവൻ നമുക്ക് നൽകിയ ഉപദേശങ്ങളും സന്ദേശങ്ങളും ആണ്. ഗുരുദേവന്റെ സംഘടിച്ച് ശക്തരാകുക എന്ന സന്ദേശം വർത്തമാനകാലത്ത് വളരെ പ്രസക്തമായി നിൽക്കുന്നു. ഈ ദർശനം ഉൾക്കൊണ്ടാണ് നേതൃസംഗമം സംഘടിപ്പിക്കുന്നത്. ഇത് കൂട്ടായ്മയും ഐക്യവും വർദ്ധിപ്പിക്കാനും അതുവഴി കേരള രാഷ്ട്രീയത്തിൽ ആർക്കും അവഗണിക്കാൻ കഴിയാത്ത ഒരു ശക്തിയാണ് ഈഴവ സമുദായമെന്ന് മറ്റുള്ള രാഷ്ട്രീയക്കാരെയും സമുദായക്കാരെയും ബോധ്യപ്പെടുത്തുവാനും നമുക്ക് സാധിക്കണം. അതല്ലാതെ ഒരു ആൾക്കൂട്ടമായി ഇത് മാറാനല്ല. ഈഴവന്റെ ശക്തി രാഷ്ട്രീയ നേതൃത്വം തിരിച്ചറിയണം. ഈ രാഷ്ട്രീയ നേതൃത്വം ഇന്നും നമ്മുടെ ശക്തിയെ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയക്കാരും അവഗണിക്കപ്പെടുന്ന സമുദായമായി ഈഴവൻ മാറുന്നുവെങ്കിൽ ഈഴവന്റെ മഹാശക്തി എല്ലാ രാഷ്ട്രീയക്കാരെയും ബോധ്യപ്പെടുത്താനും അറിയാനും അറിയിക്കുവാനും തക്കുന്ന രീതിയിൽ നമ്മളെല്ലാം ഒരു രാഷ്ട്രീയ ശക്തിയായി ഉയരാനും വളരാനും വർത്തമാനകാലത്ത് ജനാധിപത്യ യുഗത്തിൽ അനിവാര്യമാണ്. കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് അപ്രസക്തമായിക്കൊണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുത്തുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. കേരള രാഷ്ട്രീയത്തിൽ നിന്ന് എന്ത് പറ്റി? കോൺഗ്രസ് എന്ന് പറയുന്നത് അപ്രസക്തമായി. ഏറ്റവും നല്ലൊരു പാർട്ടിയും ഒരു കാലത്ത് ജനങ്ങളെ വളർത്താനും ഉയർത്താനും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരാനും ആർ ശങ്കർ ഉൾപ്പെടെയുള്ള മഹാന്മാർ നയിച്ചുകൊണ്ടിരുന്ന ആ കോൺഗ്രസ് പാർട്ടിയുടെ ഇന്നത്തെ സ്ഥിതി എന്താണ്? മുസ്ലിം ലീഗ് എന്ന വർഗീയ പാർട്ടി വരയ്ക്കുന്ന ലക്ഷ്മണരേഖ മറികടക്കുവാൻ ഇന്ന് കോൺഗ്രസ് സാധിക്കുന്നുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കോൺഗ്രസ് എത്രയോ മഹത്തായ പാർട്ടി. ആ മഹത്വങ്ങളെല്ലാം കളഞ്ഞൊഴിച്ച് കോൺഗ്രസിനകത്ത് തന്നെ ഒരാളെ ചേർക്കണമെങ്കിൽ പോലും മലപ്പുറത്ത് എന്ന് ചോദിച്ചിട്ടേ സാധിക്കൂ എന്നുള്ള ദുരവസ്ഥയിലേക്ക് എത്തിയൂടെ. കോൺഗ്രസിന് എത്ര വർഷമായി? കേരള കോൺഗ്രസ്സായി. അതുപോലെ തന്നെ കോൺഗ്രസിലുള്ള നല്ല ഭാഗം BJP ആയി. അങ്ങനെ എന്തുകൊണ്ടും കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും ശോഷിച്ച ഒരു പാർട്ടിയായി കോൺഗ്രസ് അറിയപ്പെടുന്നു. എല്ലാത്തിനും നയിക്കുന്ന ഉർജിതാമന്നന്മാരായി ആരാലും ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു ശക്തിയായി മുസ്ലിം സംഘടനപ്പെടുന്നു. അവരെ പറ്റി ആര് ചോദിച്ചോ ചോദ്യം ചെയ്യുന്നവരെ അടുത്ത സെക്കൻഡിൽ 100,000 മറ്റു ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അവരെ അടിച്ചിരുത്തുന്ന അല്ലെങ്കിൽ ഇരുത്തിരിക്കുന്ന, അവർക്ക് മസിൽ പവറുണ്ട്, മണി പവറുണ്ട്, മാൻ പവറുണ്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ തകർക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ലീഗിന്റെ ലക്ഷ്യം എന്താണ്? മതരാഷ്ട്രം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയുള്ള ലീഗിന്റെ പോക്ക്. നമ്മളൊരിക്കലും മുസ്ലിങ്ങൾക്കെതിരെ, മുസ്ലിങ്ങളെന്നും മതസൗഹാർദ്ദം. നിങ്ങളൊന്നാലോചിക്കും, നമ്മുടെ അടുത്തതാണ് റഹീമ അസോസിയേറ്റ്സ്. കേസെല്ലാം നടത്തുന്ന ആരാണ്? നിസ്സാറാണ്. മുസ്ലിങ്ങൾ എത്രയോ നല്ലവരുണ്ട്. ഈ ഹാൾ തന്നെ ആരാണ്? ആ ഹാളിന്റെ ഉടമത്തിലും അവർക്ക് അച്ഛനും എനിക്ക് എത്രയോ കൊല്ലങ്ങളായിട്ടറിയാം. അവരെല്ലാം എത്രയോ നല്ല മനുഷ്യരാണ്. മുസ്ലിം ആണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവരെല്ലാം മുസ്ലിം ആണെങ്കിൽ പോലും നല്ല മനുഷ്യത്തോടുകൂടി പകലോട് പെരുമാറാനും മനുഷ്യരായി കാണാനും സ്നേഹിക്കാനും തയ്യാറാകുന്ന എത്രയോ നല്ല മുസ്ലിങ്ങൾ കേരളത്തിലിരിക്കെ, കേരളത്തിലെ മലബാറിലെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് അവരുടെ താല്പര്യ സംരക്ഷണത്തിനായി ആരുമായിട്ട് എങ്ങനെ കൂടാനും യോജിച്ചു പോകാനും അത് തയ്യാറായി. 1947 ഇന്ത്യ വിഭജിച്ചപ്പോൾ ലീഗിന്റെ ഒരു വിഭാഗം പാകിസ്ഥാനിൽ പോയി. ഇന്ത്യയിൽ കഴിഞ്ഞവർ മുസ്ലിം താല്പര്യം സംരക്ഷിക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പേരിൽ പാർട്ടി രൂപീകരിച്ചു. രാജ്യത്തെ വിഭജനത്തിന്റെ സന്തതിയാണ് മുസ്ലിം ലീഗ്. രാജ്യത്തെ വിഭജിച്ചാരാ? ഇന്ത്യ മുസ്ലിം ലീഗാണ്.
അങ്ങനെ വിഭജനത്തിന്റെ സന്തതിയാണ് മുസ്ലിം ലീഗ്. മതത്തിന്റെ പേരിലൊരു പാർട്ടി മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുസ്ലിം കൂട്ടായ്മ. ഒരു മതത്തിന്റെ പേരിലാണെന്ന് പാർട്ടി. എന്നിട്ടാണ് അവരെല്ലാം മതേതര പാർട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാം ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ 1960 മുതൽ ലീഗ് കോൺഗ്രസിനൊപ്പമാണ്. അതായത് UDF. എന്താണ് UDF? ഉടായ്പ ഡെമോക്രാറ്റിക് ഫെഡറൽ എന്നാണ് ജനാധിപത്യം ഇവർ സംരക്ഷിക്കുക. ഇവരെന്ത് ജനാധിപത്യം രക്ഷിക്കും? ഞാനെന്ന് ചോദിച്ചോട്ടെ, ഞാനൊരു സത്യം പറഞ്ഞത്, ഞാൻ ആർക്കും ദോഷമുള്ള വല്ല കാര്യമാണ് പറഞ്ഞത്. ഞാൻ മലപ്പുറത്ത് ചെന്നപ്പോൾ നമുക്കൊരു സ്കൂൾ വന്നു. മലപ്പുറം എന്ന് പറയുന്നത് ആർക്കും വലിയറാമലല്ലോ. ആ പറഞ്ഞപ്പോൾ എന്നെ കയറി എന്താണ് ഞാൻ മുസ്ലിം വിരോധിയാക്കി, അത് വിജയ പ്രസംഗിക്കുന്നതിനാക്കി. ഞാനൊരു മുസ്ലിം വിരോധവും പറഞ്ഞില്ല. അത് ട്വിസ്റ്റ് ചെയ്തു. കാരണം അവർ മന്ത്രിമായാലും ഇന്ന കാലത്ത് അവരോടൊപ്പം വായി പറഞ്ഞുകൊണ്ട് ഇവിടെ സ്കൂളിലും കോളേജിലും വേണ്ടി കടത്തിയും ഭരണം വരുമ്പോൾ എല്ലാം തരാമെന്ന് പറഞ്ഞിട്ട് കാരണം കയറിയ സമയം വല്ലതും പറഞ്ഞു. മലപ്പുറം ജില്ല ഒരു കുട്ടിപ്പള്ളിക്കും തരാൻ യാചിച്ചിട്ട് വേണ്ട. വയനാടിലുണ്ട്, കാസർഗോഡുണ്ട്. ഈ വിദ്യാഭ്യാസ സ്ഥാപനം ഒന്നുമില്ലാത്തതിൻ്റെ കുറവ് ഞാൻ ഒച്ചത്തിലൊന്ന് ആവശ്യപ്പെട്ടാൽ അത് ഞാൻ ഒരു ലീഗിൻ്റെ വിരോധിയായിട്ടാണ് കണക്കാക്കുന്നത്. സഹജീവിയാണ്. നമ്മളതെല്ലാം മതേതരത്വം പറഞ്ഞാൽ മാത്രം പോരല്ലോ, എല്ലാവർക്കും തുല്യം നീതി കൊടുക്കണ്ടേ? ഇതെപ്പോൾ തുടങ്ങിയാണ് എന്നോടുള്ള വിരോധം? നിങ്ങളൊന്ന് ആലോചിക്കണം. കേരള ഗവൺമെന്റ് ഇവിടെ ശ്രീനാരായണ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചു. യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചപ്പോൾ ഈ ഗവൺമെന്റ്, ഇടതുപക്ഷ ഗവൺമെന്റ്, ആ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചപ്പോൾ ആ യൂണിവേഴ്സിറ്റി വൈസ് ചെയർമാനായിട്ട് ഒറ്റ ഈവണി വെച്ചില്ല. കൊല്ലം എന്ന് പറഞ്ഞത് SNDP ആക്കാൻ, SNDC ആക്കാനോ ഗുരുദേവൻ അറിയാനും അറിയിക്കാനും കഴിവുള്ള ഒരു വൈസ് ചാൻസലർ വെക്കേണ്ടതിന് പകരം ദുബായിൽ കിടന്ന ഒരു മുസ്ലിയാനെ കൊണ്ട് വെച്ചത് ശരിയായില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇടതുപക്ഷത്തിൽപ്പെട്ടവരല്ല എന്നെ എതിർത്തത്. കുഞ്ഞാലിക്കുട്ടിയാണ്. കുഞ്ഞാലിക്ക് അപ്പം UDF-ല്ലേ നിൽക്കുന്നത്. അതോടൊപ്പം മുസ്ലിം ലീഗിനെ അവരുടെ പ്രൊഫഷണൽ സംഘടനയിൽപ്പെട്ട എല്ലാ വിഭാഗങ്ങളും എന്നെ നിരന്തരം വേട്ടയാടി. ഞാൻ വർഗീയവാദിയാണ്. 14 യൂണിവേഴ്സിറ്റിയുടെ ഉണ്ട്. ഒറ്റ യൂണിവേഴ്സിറ്റി ഒറ്റ യൂണിയനുമില്ല. അത് പറയുമ്പോൾ എതിർത്തത് മുഴുവൻ മുസ്ലിങ്ങളല്ലാതെ ഒരു ഇടതുപക്ഷക്കാരനും പറഞ്ഞില്ല, കോൺഗ്രസും പറഞ്ഞില്ല. ഇവര് എന്നെ ഇപ്പം ശാർവിധത്താണ് വർഗീയമാണ്. രണ്ടാമത് നിങ്ങൾ നോക്കണം, 9 MP നോമിനേറ്റ് ഇടതും വലതും സർക്കാരിന് തെരഞ്ഞെടുത്തതല്ല. ആ നോമിനേറ്റ് ചെയ്തപ്പോൾ 7 ന്യൂനപക്ഷം, 2 ഭൂരിപക്ഷം, 2 നായർ, 2 ക്രിസ്ത്യാനി, 5 മുസ്ലിം. ഇത് ശരിയായില്ല. ഒരു ഭിന്നോദക്കാരനെങ്കിലും ഒരു പട്ടികജാതിക്കാരനെങ്കിലും MP ആയി നോമിനേറ്റ് ചെയ്യേണ്ടതായിരുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതിനും ശബ്ദമുയർത്തി എന്നെ വർഗീയവാദിയാക്കി എന്നെ തകർക്കാൻ നോക്കുന്നത് ലീഗിന്റെ നേതാക്കളാണ്. മൂന്നാമതായിട്ടാണ് എന്നെ വേട്ടയാടിയത് മലപ്പുറം. ഞാൻ മലപ്പുറത്ത് എന്തൊരാവശ്യം പറഞ്ഞു? നമ്മുടെ കുറവുകൾ സാധിച്ചു തരണം, സാധിക്കണം, ഒരു മാത്രം കൊണ്ടുപോയാൽ പോരാ എന്ന് പറഞ്ഞാൽ അതിന് എന്തായാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ മലപ്പുറം എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾക്ക് 4200 സ്കൂളുണ്ടപ്പാ. 4200 സ്കൂളുണ്ടെന്ന് പറഞ്ഞാൽ ഒരു സ്കൂളിൽ 15 അധ്യാപകർ വെച്ചാൽ അതിൻ്റെ അർത്ഥം 63,000 കുടുംബങ്ങൾക്ക് പഠിപ്പിക്കാൻ അവസരം കിട്ടും, പഠിക്കാനും അവർക്ക് അവസരം കിട്ടും. ക്രിസ്ത്യൻ സമുദായത്തിൽ 7,973 സ്കൂൾ. അവർക്ക് 1,19,000 കുടുംബങ്ങൾക്ക് ജോലി കിട്ടും. ഇവർക്ക് SNDP-യുടെ SNDRS-ലും മറ്റ് നമ്മുടെ സമുദായത്തിൽപ്പെട്ട വ്യക്തികൾക്ക് എല്ലാവരും ഉള്ളത് 3,550. ഈ വ്യത്യാസം ഞാൻ പറയണം. ഇതാണ് സാമൂഹ്യ നീതിയെന്ന് ഞാൻ പറഞ്ഞത്. വിദ്യാഭ്യാസത്തിൽ സാമൂഹ്യ നീതിയാണ്. സർക്കാരിന്റെ ബഡ്ജറ്റിൽ ഏതാണ്ട് 3000 കോടിയോളം രൂപ മുടക്കുമ്പോൾ ആ സമ്പത്ത് മുഴുവൻ കൊണ്ടുപോകുന്ന ആരാണ്? അധ്യാപകന് കിട്ടുന്നതെന്ന് മാത്രമല്ല
നിയമനം കിട്ടി പെൻഷൻ കിട്ടുമ്പോൾ കഴിയുമ്പോൾ ആ പെൻഷന്റെ പൈസയും സർക്കാർ തന്നെ കൊടുക്കുമ്പോൾ ആ വീടും കുടുംബവും പാരമ്പര്യമായിട്ട് അവർ വളർന്നുയർന്ന് എവിടെ എത്തും? ഈ കുറവ് ഞങ്ങൾ പരിഹരിച്ചു തരണം എന്ന് പറഞ്ഞാൽ ജാതിയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നീതിയല്ലേ പറഞ്ഞത്. കോളേജ് ബസ്സിൽ നോക്കൂ, ക്രിസ്ത്യാനികൾക്കാണെങ്കിൽ 78 കോളേജ്, മുസ്ലിമിനാണെങ്കിൽ 42. ശങ്കർ സാർ ഉണ്ടായിരുന്ന കാലത്ത് ഇതൊന്നുമില്ലായിരുന്നു. ശങ്കർ സാർ വന്നപ്പോഴാണ് നമുക്ക് കിട്ടിയത് 18 അന്ന് ഇവർക്ക് ആർക്കും ഒന്നുമില്ലായിരുന്നു. ഇവരുടെ അധികാരത്തിൽ കയറിയ ശേഷം ഒപ്പിട്ട് 42 എടുത്തത്. അത് ഭംഗിയായിട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് 1470 പേർക്ക് പഠിക്കാൻ അവസരം കിട്ടുകയാണ്. നമുക്കപ്പോൾ കിട്ടുന്നവർക്ക് 630 പേർക്ക് UGC ശമ്പളമാണ്, ലക്ഷക്കണക്കിന്. ഈ കുറവുകൾ പരിഹരിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ജാതി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആക്ഷേപിച്ചു എന്നാണ് പറയേണ്ടത്. ഞാൻ പറയുന്ന കണക്കുകളും സ്ഥാപനങ്ങളുടെയും കണക്ക് പരിശോധിച്ചുകൊണ്ട് ഈഴവ സമുദായത്തിന് വിദ്യാഭ്യാസ നീതി കിട്ടണം. നിങ്ങൾ അധികാരത്തിരുന്നുകൊണ്ട് നിങ്ങളുടെ സമുദായത്തെ മാത്രം ഒപ്പിട്ടെടുക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ ഞാൻ കണക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ അത് കേൾക്കാതെ ഞാനൊരു മുസ്ലിം വിരോധിയാണ് എന്ന് വരുത്തിക്കൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. മുസ്ലിങ്ങളിൽ തന്നെ ലീഗിലെ തീവ്രവാദ സംഘടനകൾ മൃദു സമീപനം സ്വീകരിക്കുന്നു. അതുകൊണ്ട് ലീഗ് രാജ്യത്തെ ഭരണഘടന അംഗീകരിക്കാത്ത ജമാഅത്ത് ഇസ്ലാമുമായി ചങ്ങാത്തം കൂടി അവർ ഇസ്ലാമിക നിയമം കൂടി നടപ്പാക്കണം. അതുമായിട്ടാണ് ഇവർ ചങ്ങാത്തം. ഇത് ഈ രാജ്യത്തെ വിഭജിച്ച പാർട്ടിയാണ്. മതപ്പാർട്ടിയായ ലീഗിന് സ്വന്തം സമുദായത്തിൽ മുസ്ലിം താല്പര്യത്തിന് അല്ലാതെ വേറെ ഒരു താല്പര്യവർക്കില്ല. നിങ്ങൾ കണ്ടില്ല, ഒരു മാന്യന്റെ പ്രശ്നം. ഇനി മുന്നോട്ട് പോകാൻ ഭരണം കിട്ടിയേ തീരൂ. മുസ്ലിം സമുദായത്തിന് മതനിഷ്ഠമായ ഭരണം ലീഗിന്റെ ലക്ഷ്യം. മുസ്ലിം സമുദായം ഒന്നായി നിൽക്കണം. മതവാദികളോ തീവ്രവാദികളോ വേർതിരിവില്ലാതെ ഒന്നായി നിൽക്കണം. അതിനർത്ഥം ലീഗ് മുസ്ലിം താല്പര്യം മാത്രം രക്ഷിക്കാൻ വേണ്ടിയിരിക്കുന്നുവെന്ന് ആരാണ്? ലീഗിയുടെ ഒരു വലിയൊരു മാന്യൻ ഷാജി, ലീഗ് നേതാവ്, ഇത് പ്രസ്താവന ഞാൻ കണ്ടില്ലേ? ആ ലീഗ് നേതാവ് ഇവിടെ ചെന്ന ദുബായിൽ എന്ന് പറയുന്നതാണ്. അവരും മുസ്ലിം ശാസ്ത്ര സാമ്പിക്കും ഈ MLA-മാരെ സൃഷ്ടിക്കുക, മന്ത്രിമാരെ സൃഷ്ടിക്കുക അല്ല നമുക്ക് ആവശ്യം. അധികാരത്തിൽ വന്നുകൊണ്ട് ഇതെല്ലാം ഇനി മുമ്പൊക്കെ കൊല്ലപ്പെട്ടത് നമുക്ക് തിരിച്ചെടുക്കണം എന്ന് ശക്തമായി പറയുമ്പോൾ ഇത് പറയാൻ നമുക്ക് ആഗ്രഹം തോന്നുന്നു. നമുക്കിത് വന്നിട്ട് നമുക്കെല്ലാം കൂടെ ഒപ്പിട്ടിരുന്നു. ഇതുപോലുള്ള തീവ്രവാദ പ്രസംഗം നടത്തുന്നവരെ മഹത്വവൽക്കരിക്കുകയും നമ്മളെല്ലാം ജാതി പറഞ്ഞു നടക്കുന്ന കോലങ്ങളാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയും ചെയ്യുന്ന ദുരവസ്ഥ നിൽക്കുന്നവർ ആ കാലഘട്ടമാണ്. ഇതെല്ലാം അറിയാനും അറിയിക്കാനും നമുക്ക് സഹായിക്കും. മാത്രമല്ല, ഇവിടെ നമ്മളെല്ലാം ഒന്നിച്ചുകൂടുമ്പോൾ ഒരു കാര്യം ഓർക്കണം. ഈഴവന് വേണ്ടത്ര ജനങ്ങൾ പ്രാതിനിധ്യം, ഭരണത്തിനുള്ള പങ്കാളിത്തം ഈഴവന് നിർബന്ധമായും കിട്ടണം. അതിനാണ് നമുക്ക് നിൽക്കേണ്ടത്. അടുത്ത ത്രിതല പഞ്ചായത്ത് വരികയാണ്. ആ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഏത് പാർട്ടിയിൽപ്പെട്ടവരാണ് ആ പാർട്ടികളെല്ലാം തന്നെ നിങ്ങളുടെ പാർട്ടി മാറും. കണക്ക് പറഞ്ഞുകൊണ്ട് സമുദായത്തിന് അർഹതപ്പെട്ട സ്ഥാനങ്ങൾ ത്രിതല പഞ്ചായത്തിൽ കണക്ക് പറഞ്ഞ് വാങ്ങിച്ച് സ്ഥാനങ്ങൾ നേടിയെടുക്കുവാൻ നമ്മൾ തയ്യാറാണ്. അഞ്ചൽ ശിവായിക്കും കൊണ്ട് അരക്കഞ്ച് അധികാരം എന്നാണ് ഡോക്ടർ നമ്മുടെ സഹോദരനയ്യൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് അധികാരത്തെ അധസ്ഥിതിനെത്തണം. അധികാരത്തെ അധസ്ഥിതിനെത്തിയാൽ മാത്രമേ നമുക്ക് സാമൂഹ്യ നീതി നടക്കൂ. ഇവിടുത്തെ ഇപ്പോൾ നോക്കിയാൽ കണ്ടില്ല, അസംബ്ലിയിൽ ഭയങ്കര അടിപിടിയാണ്. എന്തിനു വേണ്ടിയാണ്? അവിടെ രാജ്യത്ത് നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നത്തിന് വേണ്ടിയിട്ടാണ് സ്വർണ്ണപ്പാളി. ഈ സ്വർണ്ണപ്പാളി അമ്പലത്തിലെ മോഷണമെന്നാണ്. അത് ഈ അമ്പലത്തിൽ മാത്രമാണ്, കേരളത്തിലുള്ള എല്ലാ അമ്പലത്തിലും മോഷണമാണ്. ഇതെല്ലാം അന്വേഷിക്കണം. സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ശക്തമായ നടപടിക്ക് ഹൈക്കോടതി. എന്നിട്ടും അസംബ്ലി കിടന്ന് അടിപൊളി നടക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? രാഷ്ട്രീയ ലക്ഷ്യമാണ്. അടുത്ത ത്രിതല പഞ്ചായത്ത് ഒരു തള്ളിക്കൊണ്ടുപോയി ഇതിനെ ഒരു മാമാങ്കം നടത്താനുള്ള ഉദ്ദേശമായിട്ട് പോകുമ്പോൾ അത് നാം തിരിച്ചറിയാം.
ഈ രാജ്യത്ത് വേറെ ഒരുപാട് പ്രശ്നമില്ലേ? നെൽകർഷകർക്ക് നെല്ലെടുക്കുന്നത് പൈസ കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ മാവേലി സ്റ്റോറുകളിൽ പാറ്റായല്ല എന്നുകൊണ്ട് നിത്യോപയോഗ സാധനങ്ങൾ വില കുറച്ച് കൊടുക്കേണ്ട പാട്ടിൽ വില കുറച്ച് കൊടുക്കേണ്ട സാധനങ്ങളൊന്നും അതിനകത്തില്ല. ഇതിനെല്ലാം പരിഹാരം ഉണ്ടാകണ്ടേ? ആ ഇതിന് പ്രാധാന്യം നൽകുകയും അതിന് സർക്കാർ പ്രേരിപ്പിക്കുകയും ചെയ്യണ്ടേ? അതിന് വാർത്തക്ക് കാലം വിളിച്ചും കുറെ കൊടുത്ത് ഒന്നും കൊടുക്കാതെ നടക്കുക, അത് മേടിച്ചു കൊടുക്കാനുള്ള പ്രശ്നം നടക്കണ്ടേ? അങ്ങനെയുള്ള ജനജീവിതത്തെ സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടാതെ അവിടെ നിന്ന് മാറി നിന്നുകൊണ്ട് മറ്റു ചില പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഈ രാജ്യത്തെ അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ ആരും നമ്മൾ തിരിച്ചറിയും. മാത്രമല്ല ഇപ്പൊ പറയുന്നത് എന്താണ്? ആര് രാജ്യമെന്നാ പറയുന്നത്? ദേവസ്വം മന്ത്രി. ആ ദേവസ്വം മന്ത്രി ആരാണ്? ഈഴവനാണ്. എന്നും ഈഴവൻ രക്ഷപ്പെടാൻ ഒരു കാര്യമാണ് ശബരിമല മന്ത്രിയാണ്. ആർഷങ്ങൾ തകർത്താണ്. ഈഴവനായ ആര് ഏത് പാർട്ടി കൊണ്ടുവന്നാലും വളരാൻ വീഴാൻ സമ്മതിക്കില്ല. അദ്ദേഹത്തെ അവിശ്വാസം കൊണ്ട് താഴെയാക്കില്ല. അദ്ദേഹം ഉണ്ടായിരുന്ന കാലത്തല്ലേ നമുക്ക് എന്തെങ്കിലും വിദ്യാഭ്യാസ സാധനം കിട്ടും. CK ശിവനോട് നീതി പുലർത്തുക. അദ്ദേഹത്തെ അച്യുതാനന്ദന്റെ ആ ജാതി പറഞ്ഞ് ആക്ഷേപിക്കുക. ജോലിയമ്മ എന്തെല്ലാം ചീത്തെന്ന് പറഞ്ഞത് എത്തുകാരെന്ന് പറഞ്ഞു. പിണറായി വിജയനെ പറ്റിയുണ്ട് എന്താ പറയുക? എന്നാൽ മറ്റു സമുദായക്കാരും പലരും ഉണ്ടല്ലോ മന്ത്രിമാര്, അവരെ പറ്റി ആരെങ്കിലും ഒന്നും പറയാം. ഇപ്പോൾ ദേവസ്വം മന്ത്രി രാജിവെക്കണം. ഇന്ന് വേറെ പല മന്ത്രിമാരും ഉണ്ടല്ലോ. എന്താ ഗണേശൻ രാജിവെക്കണമെന്ന് പറയാത്തത്? അപ്പോ എൻ്റെ അർത്ഥം ഈഴൊരു കാരണവശാലും ഈ രാജ്യം ഭരിപ്പിക്കരുത്. അവനെ വളരാനും വളർത്താനും ചില ശക്തികൾ തയ്യാറാകുന്നില്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഇടത് സർക്കാർ വീണ്ടും വരും എന്ന് ഞാൻ പറയുന്നു. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഇടത് പ്രസ്ഥാനത്തിന് ഗുണം കൊണ്ടല്ല. പിണറായി വിജയൻ നാടിനെ നയിക്കും, വീണ്ടും മുഖ്യമന്ത്രിയാകും. വിജയൻ എന്നാൽ വിജയിക്കാൻ ജനിച്ചവൻ, വിജയിക്കാൻ ജനിച്ചവൻ എന്നാണ് അർത്ഥം. അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പിണറായി സർക്കാരിന് കഴിവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം കോൺഗ്രസ് സോഴ്സ് BJP വളർന്നു. ഇതോടുകൂടി ഇടതുപക്ഷത്തിന്റെ സീറ്റ് അപ്പോഴും ഉറച്ചു കിടക്കുകയാണ്. ഇടതുപക്ഷത്തിൽ നിന്നുള്ള ആളുകൾ നിന്ന് കാര്യമായി മാറ്റം വരും. ഇപ്പൊ ത്രികോണ മത്സരങ്ങൾ ശക്തമായി വരുമ്പോൾ ഇവിടെ കോടന്നൂർ ഇടതുപക്ഷത്തിനാണ്. പ്രത്യേകിച്ച് ഇതുപോലെ വർഗീയ പാർട്ടികൾ, മലബാർ വയസ്സുള്ള മലപ്പുറം പാർട്ടി കടന്നുകയറ്റത്തിൽ ഇവിടുത്തെ മറ്റു സമുദായങ്ങൾ, ക്രിസ്ത്യൻ സമുദായം ഉൾപ്പെടെ ഉള്ളവർക്ക് മനസ്സിൽ വലിയ ഖിന്നതയും പ്രതിഷേധവും പ്രതികാരവും വികാരവും. കേരളത്തിൽ കോവിഡ് മഹാമാരി പ്രതിരോധിച്ചു. പ്രളയകാലത്ത് നാടിന്റെ രക്ഷകനായി, കേരളത്തിന്റെ രക്ഷകനായി പിണറായി പ്രവർത്തിച്ചു. കേരള ജനത പിണറായിക്കൊപ്പമാണ്. മറ്റ് പ്രബല സമുദായങ്ങളും ഇത് തിരിച്ചറിയുന്നു. ഇതിന്റെ കാരണം തമ്മിൽ ഭേദം തമ്മൻ. ഇടതുപക്ഷ സ്നേഹം കൊണ്ടല്ല, തമ്മിൽ ഭേദം തമ്മൻ. ഇവിടുത്തെ UDF ഭരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലീഗ് ഭരണമാണ്. ലീഗ് നയിക്കും, ലീഗ് വകുപ്പെടുക്കും, ലീഗ് പണം കൊണ്ടുപോകും സമ്പത്തിന് ഒരു രാജ്യത്തിന്. ഈ രാജ്യത്ത് സാധാരണക്കാർക്ക് ഇതിനുള്ള അവസരം ഒന്നും ലഭിക്കും. ഇതെല്ലാം മാറണമെങ്കിൽ, മാറ്റണമെങ്കിൽ കാലത്തിന്റെ കുത്തൊഴുക്ക് മനസ്സിലാക്കി സമുദായ ഉണർന്നിരിക്കണം. നമ്മളുടെ ഇറക്കം മുതലെടുത്തുകൊണ്ട് മറ്റുള്ളവരെല്ലാം നമ്മൾ ഉറക്കിക്കെടുത്തിക്കൊണ്ടു കണ്ണേ മൊല്ലേ കരണേ കട്ടണ്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്നും തരാതെ കുറെ വാഗ്ദാനങ്ങൾ കളിപ്പിക്കലും നടത്തിക്കൊണ്ട് എന്തും വഞ്ചിക്കപ്പെട്ട സമുദായമാണ് ഈഴവ സമുദായം. ഇനി ഈ വഞ്ചന തിരിച്ചറിയാം. നമ്മൾ അറിവുള്ളവരായി മാറണം, തിരിച്ചറിവുള്ളവരായി മാറണം. ഇത് അമ്മയാണ്, സഹോദരിയാണ്, പെങ്ങളാണ്, ഭാര്യയാണ്, മകളാണ് എന്ന തിരിച്ചറിവിന്റെ പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് സമുദായത്തെ സമുദ്ധരിച്ചുകൊണ്ട് സാമൂഹ്യ നീതിക്ക് വേണ്ടി മറ്റൊരു സമുദായത്തിന്റെ അധികാരങ്ങൾ അവകാശം പിടിച്ചുവെക്കാറില്ല. സാമൂഹ്യ നീതിക്ക് വേണ്ടി ജനസംഖ്യാ ആനുപാതികമായി അധികാരം വേണം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേണം, സമ്പത്ത് വേണം രാജ്യത്തിന്.
ഇത് നേടുന്ന കൂട്ടായ്മയും ചർച്ചകളും സംവാദങ്ങളും അനിവാര്യമാണ്. അതിലേക്കുള്ള ചിന്തകളും ഭാവനകളും ഇതിലുണ്ടാകണം. മതതീവ്രവാദികളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ ദേശീയവാദികളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാനുള്ള ചിന്തകളും ഭാവനകളും നിങ്ങൾക്കെല്ലാം ഉണ്ടാകണമേ എന്ന അപേക്ഷയുള്ളൂ. സഹജീവികളുടെ ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും നമ്മൾ പങ്കുചേർന്നുണ്ട് അവരുടെ കണ്ണീരൊപ്പാൻ നമുക്കാകാവും ചെയ്യുവാനുള്ള കൂട്ടായ മനസ്സും വികാരവും ചിന്തവും നമ്മളിൽ എല്ലാവർക്കും ഉണ്ടാകണമെന്നുള്ള അപേക്ഷയും അഭ്യർത്ഥനയും കൂടി ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.